തിരികെ വാർത്തയിലേക്ക്. ഓണക്കാലത്ത് കേരളത്തിൽ ആവശ്യമായ അരി ഉറപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. കേരളത്തിലെ 42 ലക്ഷം ദരിദ്ര കുടുംബങ്ങൾക്ക് സൗജന്യമായി ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നുണ്ട്. 53 ലക്ഷം കുടുംബങ്ങൾക്ക് 8 രൂപ 30 രൂപ നിരക്കിൽ അരി ലഭ്യമാക്കുന്നുണ്ട്. കൂടുതൽ അരി വേണമെങ്കിൽ 6 മാസത്തേക്കുള്ളത് മുൻകൂട്ടി എടുക്കാവുന്നതാണെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, ഓണം ആഘോഷിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കേന്ദ്രമന്ത്രിയുടെ ഈ ഒരു ഉറപ്പ്. ജോർജ് കുര്യൻ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്? സുരേഷ്, ചില പ്രചരണങ്ങൾ നടക്കുന്നു കേരളത്തിൽ. അതായത് കേന്ദ്ര സർക്കാർ കൃത്യമായി കേരളത്തിന് നൽകുവാനുള്ള അരി വിഹിതം നൽകുന്നില്ല എന്നുള്ള പ്രചരണമാണ് നിലനിൽക്കുന്നത്. ആ പ്രചരണങ്ങൾ അവാസ്തവമാണ് എന്നതാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വ്യക്തമാക്കുന്നത്. കേരളത്തിന് ആവശ്യപ്പെട്ട മുഴുവൻ അരിയും കേന്ദ്രം നൽകുന്നുണ്ട്. മാത്രമല്ല, സംസ്ഥാന പൂളിന് പുറമെ ആവശ്യമെങ്കിൽ കൂടുതൽ അരി നൽകാമെന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ കേരളത്തിലെ 42 ലക്ഷം ദരിദ്ര കുടുംബങ്ങൾക്കാണ് സൗജന്യ ധാന്യങ്ങൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, 53 ലക്ഷം കുടുംബങ്ങൾക്ക് 8.30, അതായത് 8 രൂപയ്ക്ക് ഏതാണ്ട് 53 ലക്ഷം കുടുംബങ്ങൾക്ക് കേന്ദ്ര സർക്കാർ അരി നൽകി വരുന്നു. 10.90, 10 രൂപ 90 പൈസയ്ക്ക് 30 ലക്ഷം കുടുംബങ്ങൾക്കാണ് കേന്ദ്ര വിഹിതത്തിൽ നിന്നും അരി ലഭിക്കുന്നത്. 4 രൂപയ്ക്ക് 22 ലക്ഷം പേർക്കും അരി ലഭിക്കുന്നുണ്ട്. ഈ കണക്കുകൾ വ്യക്തമാക്കുമ്പോൾ തന്നെ ആവശ്യമെങ്കിൽ കൂടുതൽ അരി വിഹിതം നൽകാമെന്നുള്ളതാണ് കേന്ദ്രമന്ത്രി വ്യക്തമാക്കുന്നത്. അരി വേണമെങ്കിൽ 6 മാസത്തെ, അതായത് അടുത്ത 6 മാസത്തെ അഡ്വാൻസ് കൂടി നൽകാമെന്നുള്ളതാണ്. അതിനും കേന്ദ്ര സർക്കാർ സന്നദ്ധമാണ് എന്നുള്ളതാണ് ജോർജ് കുര്യൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് പക്ഷം ഈ 22 രൂപയ്ക്ക് കേന്ദ്ര സർക്കാർ അരി നൽകുന്നുണ്ട്. അതും കൂടുതലായി വേണമെങ്കിൽ ആവശ്യമെങ്കിൽ കൂടുതലായി നൽകാമെന്നുള്ളതാണ്. അതായത് ഓണം ആഘോഷിക്കാൻ മലയാളിക്ക് കേന്ദ്ര സർക്കാരിൽ നിന്നും ഒരു തരത്തിലുള്ള അരിക്ഷാമവും ഉണ്ടാകത്തില്ല. മറിച്ച് ആവശ്യത്തിലധികം അരി നൽകുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ്. സംസ്ഥാനം ആവശ്യപ്പെടണം എന്നുള്ളത് മാത്രമാണ്. സംസ്ഥാനം ആവശ്യപ്പെട്ടാൽ കേന്ദ്ര സർക്കാർ അതിന് തയ്യാറാണ് എന്നുള്ളതാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വ്യക്തമാക്കിയത്. സുരേഷ്, ശരി. ഡൽഹിയിൽ നിന്നും നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.